നമസ്കാരം. ഡാറ്റ മൈൻ 360യിലേക്ക് സ്വാഗതം. മികച്ച വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകരെ തൃപ്തിപ്പെടുത്തില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പുറം രാജ്യക്കാരനായ കോച്ചിനും ബ്രസീലിനെ വിജയത്തിലെത്തിക്കാനാകുമെന്ന് അയാൾക്ക് തെളിയിക്കണമായിരുന്നു. അതിന് നിർണായകമായ ചില മാറ്റങ്ങൾ അയാൾ വരുത്തി. വിനീഷ്യസിനും റാഫിഞ്ഞയ്ക്കുമൊപ്പം മുന്നേറ്റ നിരയിൽ മാത്യൂസ് കുഞ്ഞിനെത്തി. പ്രതിരോധ നിരയിലേക്ക് ഡാനിയോലും വന്നു. ആ മാറ്റം കളിക്കളത്തിൽ പ്രകടമായിരുന്നു. ആദ്യ 11-ൽ താൻ അർഹനെന്ന പ്രകടനമാണ് മാത്യൂസ് കുഞ്ഞ പിന്നീട് കാഴ്ചവെച്ചത്. തുടക്കം മുതൽ ഒരേയൊരു ലക്ഷ്യം മാത്രം, ഗോൾ. ഹെയ്ത്തിയുടെ ഗോൾമുഖത്തേക്ക് തുടക്കം മുതൽ തന്നെ ബ്രസീലിയൻ സ്ട്രൈക്കർമാർ ഇരമ്പിയെത്തി. 23-ാം മിനിറ്റിൽ ബ്രസീലിന്റെ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു. വിനീഷ്യസിന്റെ ശക്തമായ ഷോട്ട്. ഹെയ്ത്തിയുടെ ഗോൾ കീപ്പർ പന്ത് തട്ടിയിട്ടു. പെനാൽറ്റി ബോക്സിൽ കാത്തിരുന്ന കുഞ്ഞ പന്ത് വലയിലെത്തിച്ചു. ബ്രസീലിന്റെ ആദ്യ ഗോൾ. സാമ്പാത്താളം മുറുകി, ഗാലറികൾ ആർത്തു വിളിച്ചു. 36-ാം മിനിറ്റിൽ വിനീഷ്യസ് കുഞ്ഞ കൂട്ടുകെട്ട് വീണ്ടും ഫലം കണ്ടു. വിനീഷ്യസിന്റെ മനോഹരമായ ഒരു ത്രൂ പാസ്. അത് സ്വീകരിച്ച കുഞ്ഞ ഇടങ്കാലുകൊണ്ട് മനോഹരമായ ഒരു ഷോട്ട് തീർത്തു. ഹെയ്ത്തി ഗോളിയെ നിഷ്പ്രഭനാക്കി ഗോൾ വല കുലുങ്ങി. ബ്രസീലിന്റെ രണ്ടാം ഗോൾ. ആദ്യ പകുതിയുടെ അധിക സമയത്തായിരുന്നു മൂന്നാമത്തെ ഗോൾ പിറന്നത്. പക്കറ്റയുടെ പാസ് സ്വീകരിച്ച വിനീഷ്യസിന്റെ മനോഹരമായൊരു ഷോട്ട്. ബോക്സിന്റെ ഇടതുവശത്ത് നിന്നും പോസ്റ്റിന്റെ മധ്യത്തിലേക്ക് ഉതിർത്ത ഷോട്ട് ഗോൾ വല കുലുക്കി. ആദ്യ പകുതിയിൽ 3-0 ലീഡ്. ഇതിനിടയിൽ ബ്രസീലിന് നിർണായകമായ ഒരു തിരിച്ചടിയേറ്റിരുന്നു. ബ്രസീലിന്റെ പരിചയസമ്പന്നരായ മുൻനിര താരം റാഫിഞ്ഞോയ്ക്ക് പരിക്ക് മൂലം കളം വിടേണ്ടി വന്നു. റാഫിഞ്ഞോയ്ക്ക് പകരക്കാരനായി റയാൻ വന്നു. 3 ഗോളിന്റെ ലീഡുമായി എത്തിയ ബ്രസീൽ രണ്ടാം പകുതിയിൽ ഗെയിം പ്ലാൻ മാറ്റിയതായാണ് തോന്നിയത്. ആദ്യ പകുതിയിലേതുപോലെ വൻ ആക്രമണങ്ങൾ ഉണ്ടായില്ല. കൃത്യമായ നീക്കങ്ങളിലൂടെ ഗോൾ നേടാനായിരുന്നു ബ്രസീലിന്റെ ശ്രമം. 64-ാം മിനിറ്റിൽ കുഞ്ഞയ്ക്ക് പകരം എൻട്രിക്ക് എത്തി. പക്കറ്റയ്ക്ക് പകരക്കാരനായി ഗ്രബിയേൽ മാർട്ടിനെല്ലിയെയും കളത്തിലിറക്കി. 81-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ പകരക്കാരനായി ഡാനില സാന്റോസിനെയും കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചു. എങ്കിലും ഗോൾ മാത്രം പിറന്നില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോഴും സ്കോർ ബോർഡ് 3-0. ഹെയ്ത്തി ലോകകപ്പിന്റെ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ പുറത്തായി. ബ്രസീലിന് സ്കോട്ട്ലൻഡിനെതിരായ മത്സരം ഇനി നിർണായകമാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത ഘട്ടത്തിലേക്ക് ബ്രസീലിന് കടക്കണം. എങ്കിൽ മാത്രമേ ലോക പ്രതീക്ഷകൾ നിലനിർത്താൻ കഴിയൂ. അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാകും ബ്രസീൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.